ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഈ വർഷം ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. തീർച്ചയായിട്ടും ഒരു അഡ്വാൻസ് ലെവൽ രീതിയിൽ ചിന്തിക്കാനായിട്ട് ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. നമ്മളിവിടെ 1 ഇയർ റിട്ടേൺ നോക്കുന്നുണ്ട്. നോർമലി ആളുകൾ നോക്കുന്ന ഒരു റിട്ടേൺ ആണ് Y2D, അതായത് ഇയർ ടു ഡേറ്റ് റിട്ടേൺ. ഇന്നു മുതൽ പുറകോട്ട് ഒരു വർഷം, 365 ദിവസം. ഈ കാലാവധിക്കുള്ളിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ള ഫണ്ടുകൾ ഏതാണെന്ന് നോക്കും. ഇത് കോമൺ ആയിട്ട് ഏതൊരു സാധാരണ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റർ നോക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് ആ ഫണ്ടിലായിരിക്കും കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുക. നോർമലി അങ്ങനെ റിട്ടേൺ തന്നിട്ടുള്ള ഫണ്ട് അടുത്ത വർഷം റിട്ടേൺ തരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു 50% സാധ്യത കുറവാണ്. അപ്പോൾ എന്തിനാണ് ഇത് നോക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ 6 മാസത്തെ ഡേറ്റയും കാണിക്കുന്നുണ്ട്, 2 വർഷത്തെയും 3 വർഷത്തെയൊക്കെ കാണിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമ്മളൊരു ഐഡിയ എടുക്കുക. പിന്നെ മാർക്കറ്റിനെ കുറിച്ച് മൊത്തത്തിലൊരു ധാരണ നമുക്കുണ്ടായിരിക്കുക. മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചും ഫണ്ട് മാനേജരെ പറ്റിയും ചേഞ്ച് ഇൻ ഫണ്ട് മാനേജരെ പറ്റിയും ഒക്കെ അങ്ങനെ ധാരണയൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു മ്യൂച്വൽ ഫണ്ട് അനലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പാസ്റ്റ് റിട്ടേൺ നോക്കണം, ഇല്ല എന്നല്ല. ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ നോക്കുന്നത് കൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ആ ഡേറ്റ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ കേട്ടോ. നോർമലി അങ്ങനെയുള്ള ഫണ്ടിലേക്കായിരിക്കും കൂടുതൽ ക്യാഷ് വരുന്നത്. അപ്പോൾ ഒന്നാമത് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും 192% റിട്ടേണോടുകൂടി ഫ്രാങ്ക്ലിൻ ഇന്ത്യ ഷോർട്ട് ടൈം ഇൻകം പ്ലാൻ. ഇത് ശരിക്കും പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള റിട്ടേൺ അല്ല, ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇവിടെ നമുക്ക് 6 മാസത്തെ, ഇവിടെ നിങ്ങൾക്ക് 1 ഇയർ എന്ന് കാണത്തില്ലേ, ഇവിടെ 6 മാസം കാണാം, ഇവിടെ 2 ഇയർ കാണാം, ഇവിടെ 3 ഇയർ കാണാം. അപ്പോൾ ഈ 6 മാസത്തിനുള്ളിലാണ് ഈ ഒരു ഹൈക്ക് വന്നിരിക്കുന്നത്. അത് അഡ്ജസ്റ്റ്മെൻറ്റ് ഹൈക്കാണ്. അതിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല. നമ്മളത് ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടിയ ഫണ്ടാണെന്ന് കൺസിഡർ ചെയ്യുന്നുമില്ല. അപ്പോൾ അത് മാറ്റുകയാണ്. മിറായി അസറ്റിൻ്റെ ഹാങ്സെങ് ടെക് ETF ഫണ്ടുണ്ട്. ഇതൊരു ഫണ്ട് ഓഫ് ഫണ്ടാണ്. അതായത് പല മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടാണ് ഇത്. അതുപോലെ തന്നെ ഇത് ചൈനയിലെ ടെക് കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ഹാംസെങ് എന്ന് പറയുന്നത് ചൈനീസ് ഇൻഡെക്സ് ആണ്. അപ്പോൾ അത് തന്നിരിക്കുന്ന നേട്ടം നമുക്കിവിടെ കാണാം. 1 ഇയർ 88.69% തന്നിട്ടുണ്ട്. 6 മാസത്തെ റിട്ടേൺ എന്ന് പറയുന്നത് വെറും 2.25%. 2 വർഷത്തെയും 3 വർഷത്തെയും ഒക്കെ റിട്ടേൺ എന്ന് പറയുന്നത് 31%, 20% റെസ്പെക്റ്റീവ്ലിയാണ്. ചൈനീസ് മാർക്കറ്റ് കുറച്ച് നാളായിട്ട് വളരെ സൈക്ലിക് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. ഇന്ത്യൻ മാർക്കറ്റിനെ ബീറ്റ് ചെയ്തിട്ട് റിട്ടേൺ ഒന്നും തന്നില്ല എങ്കിലും എന്തുകൊണ്ടാണ് ചൈനീസ് മാർക്കറ്റ് ഉയരുന്നതെന്ന് പറഞ്ഞുതരാം. വർഷങ്ങളായിട്ട് ചൈനീസ് മാർക്കറ്റ് ഡൗണിൽ തന്നെ കിടന്നപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് ഈ മാർക്കറ്റിനെ ഒന്ന് ഉയർത്താൻ വേണ്ടിയിട്ട് കുറേ സ്കീമുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് 5-6 മാസം മുമ്പ് വായിച്ചിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട്. പിന്നെ ഇത് ടെക് കമ്പനികളാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ചൈനീസ് മാർക്കറ്റ് അതിൻ്റെ ഒരു ഹൈ തന്നെയാണ് നിൽക്കുന്നത്. അതിൻ്റെ ഒരു 52 വീക്ക് ഹൈ കേട്ടോ, എവർ ഹൈ അല്ല, 52 വീക്ക് ഹൈ ആയതിലാണ് നിൽക്കുന്നത്. ടെക് കമ്പനികൾ അത്രയും ഉയരണം എന്നില്ല. അതാണ് ഈ 2 മാസം റിട്ടേൺ കുറവും, 2 മാസമല്ല 6 മാസം റിട്ടേൺ കുറവും, 1 ഇയർ റിട്ടേൺ കൂടുതലും കിട്ടുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നിരിക്കുന്ന ഒരു മാർക്കറ്റ് ഈ കഴിഞ്ഞ വർഷം ചൈനീസ് മാർക്കറ്റാണ്. പിന്നെ അടുത്തത് മിറായി അസറ്റിൻ്റെ തന്നെ NYSE FANG പ്ലസ് ETF ഫണ്ട് ഓഫ് ഫണ്ടാണ്. ഇതും പല മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടാണ്. അമേരിക്കൻ കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് 67.44%. 2 വർഷത്തേത് 58.55%, 3 വർഷത്തെ 53.55%, 6 മാസത്തേത് 24.67%. നമുക്കറിയാം അമേരിക്കൻ മാർക്കറ്റ് വളരെ നല്ല രീതിയിൽ റിട്ടേൺ നമുക്ക് തരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ഇൻഫോർമേഷൻ ഉണ്ട് കേട്ടോ. നമ്മുടെ ഏഞ്ചൽ വണ്ണും ICICI പ്രുഡൻഷ്യലുമായിട്ട് ചേർന്നിട്ട് ഇന്ന് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു വെബിനാർ നടത്തുന്നുണ്ട്. മലയാളത്തിലാണ്, ഫ്രീ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ക്ലാസ് എടുക്കുന്നത് ICICI പ്രുഡൻഷ്യലിൻ്റെ ക്ലസ്റ്റർ മാനേജറായിട്ടുള്ള മിസ്റ്റർ വൈശാഖ് S ആണ്. ടോപ്പിക്ക് ബേസിക്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്, ബെനിഫിറ്റ്സ് ഓഫ് SIP ആൻഡ് ലംസം ഇൻവെസ്റ്റ്മെൻറ്റ്. മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വെബിനാറിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഏറ്റവും മുകളിലായിട്ട് തന്നെ കൊടുക്കാം. അതൊന്ന് സേവ് ചെയ്ത് വെക്കുക. ഇന്ന് വൈകുന്നേരം 5 മണി തൊട്ട് 6 മണി വരെയാണ് ക്ലാസ്, 5 PM to 6 PM. ഇന്നത്തെ ഡേറ്റ് വരുന്നത് 30 ഓഗസ്റ്റ് 2025 ശനിയാഴ്ചയാണ്. അതുപോലെ ഏഞ്ചൽ ഫണ്ടിലും അസറ്റ് പ്ലസിലും ഒക്കെ അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, ഈ വെബിനാറിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുക കേട്ടോ. അതിലേക്ക് വെബിനാർ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ വാട്സപ്പിലേക്ക് ഇട്ട് തരാം. ഇനിയിപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു പോവാം. അമേരിക്കൻ മാർക്കറ്റ് നമ്മൾ കണ്ടു, സൂപ്പറാണ് എന്ന് കണ്ടു കഴിഞ്ഞു. ഇങ്ങനെ റാലി ചെയ്തിട്ട് അമേരിക്കൻ മാർക്കറ്റ് ഒരു ടോപ്പിൽ ഇപ്പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വർഷം അമേരിക്കൻ മാർക്കറ്റ് റാലി ചെയ്യുമോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ എക്കണോമി എന്ന രീതിയിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ലല്ലോ.
ഇതാണ് ഇൻ്റർനാഷണൽ ഫണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് പെർഫോം ചെയ്തില്ലെങ്കിൽ നമുക്ക് അവിടെ റിട്ടേൺ കിട്ടുന്നതായിരിക്കുമല്ലോ. ഇനിയിപ്പോൾ അടുത്തത് DSPയുടെ വേൾഡ് ഗോൾഡ് ഫണ്ട് ഓഫ് ഫണ്ടാണ്. ഇതും ഫണ്ട് ഓഫ് ഫണ്ട്സ് ആണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ 6 മാസം റിട്ടേൺ തന്നെ 54% ഉണ്ട്. ഗോൾഡാണ്. നമുക്കറിയാം ഗോൾഡ് പറന്ന് കയറി അല്ലേ. അതുപോലെ തന്നെ 1 ഇയർ റിട്ടേൺ എന്ന് പറയുന്നത് 64% ഉണ്ട്. 2 വർഷത്തെ 48%, 3 വർഷത്തേത് 38.56%. അപ്പോൾ ഇത് ഇന്ത്യൻ പ്രൈസ് അനുസരിച്ചിട്ടുള്ള ഡോളറിൻ്റെ ടേംസിലാണ് ഈ ഫണ്ടിൽ റിട്ടേൺ വരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ റിട്ടേൺ വരുന്നത്. നമുക്കറിയാം ഇന്ത്യയിൽ ഗോൾഡ് ഇത്രയും കൂടുതൽ റിട്ടേൺ തന്നിട്ടില്ല. കാരണം രൂപയുടെ ഒരു ഡിപ്രിസിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ഡോളർ ടേംസിൽ വരുമ്പോൾ ഡോളർ അപ്രിസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. രൂപ വെച്ച് നോക്കുമ്പോൾ മൂല്യം കൂടിക്കൊണ്ടിരിക്കുന്ന ഡോളറിനാണ്. അതുകൊണ്ട് ഡോളർ ടേംസിൽ വരുമ്പോൾ നമുക്ക് റിട്ടേൺ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഫണ്ടിന് ഇത്രയും കൂടുതൽ റിട്ടേൺ കിട്ടുന്നത്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഈ ഫണ്ടൊക്കെ ഇപ്പോൾ നിങ്ങൾ വാങ്ങിക്കാൻ നോക്കിയാൽ കിട്ടില്ല കേട്ടോ. കാരണം ഇന്ത്യക്ക് പുറത്തുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകൾക്കൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പല കാര്യങ്ങൾ കൊണ്ട് ഈ ലിമിറ്റേഷൻസ് വരാം. അപ്പോൾ ആ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഒരു നിശ്ചിത തുക, അതിൽ കൂടുതൽ പൈസ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അപ്പോൾ ആ തുക മൊത്തം ഇൻവെസ്റ്റഡ് ആയി ഇരിക്കുന്ന ഫണ്ടിൽ വീണ്ടും ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് പറ്റില്ല. അല്ലെങ്കിൽ അതിൽ സെല്ലിങ് വന്ന് വിറ്റ് മാറിപ്പോണ ആളുകൾ, അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏതൊക്കെ നോക്കിയെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ DSPയുടെ വേൾഡ് ഗോൾഡ് ഫണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, അത് പറ്റില്ല. പിന്നെ ഈ ഫണ്ടിലും പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പക്ഷേ നമ്മുടെ അസറ്റ് പ്ലസിലെ കസ്റ്റമേഴ്സിന് മറ്റൊരു അമേരിക്കൻ ഫണ്ട് സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല റിട്ടേണിലാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. അത് ഇതല്ലാന്ന് തോന്നുന്നു. എന്തായാലും പേര് ഞാൻ മറന്നുപോയി. നോക്കാം, നമുക്ക് താഴേക്ക് പോകുമ്പോൾ കാണുവാണെങ്കിൽ പറയാം. പിന്നെ നിങ്ങളും ഈ ഫണ്ട് നോക്കിയാൽ മതി. അത് കിട്ടുമോ ഇല്ലയോ നോക്കി, കിട്ടിയില്ലേ ഒഴിവാക്കുക. ഞാനങ്ങനെ ഒരുപാട് ഫണ്ടുകൾ അങ്ങനെ നോക്കി കിട്ടുന്നതാണ് ഞാൻ നമ്മുടെ ക്ലയൻസിന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കിട്ടാത്ത നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഈ വേൾഡിലെ എന്തായാലും ഈ ഗോൾഡ് ഫണ്ട് കിട്ടില്ല, അത് ആൾക്കാർ വിൽക്കാൻ റെഡിയല്ല. ഇനിയിപ്പോൾ ഇൻവെസ്കോ ഇന്ത്യയുടെ ഗ്ലോബൽ കൺസ്യൂമർ ട്രെൻഡ്സ് ഫണ്ടാണ്. അത് 6 മാസം റിട്ടേൺ തന്നെ 27%, 1 വർഷത്തേത് 55.71%, 2 വർഷത്തേത് 32%, അങ്ങനെ പോകുന്നു. 3 വർഷത്തേത് 21.22% ഉണ്ട്. മിറായി അസറ്റിൻ്റെ S&P 500 ടോപ്പ് 50 ETF ഫണ്ട് ഓഫ് ഫണ്ട് അമേരിക്കൻ മാർക്കറ്റാണ്. നമുക്കിവിടെ കാണാൻ പറ്റും 1 വർഷത്തെ റിട്ടേൺ 49.32%. 2 വർഷത്തെയും 3 വർഷത്തെയും ഒന്നും ഞാൻ ഇനി പറയുന്നില്ല, നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാമല്ലോ, നോക്കുക കേട്ടോ. പിന്നെ ക്വാണ്ടത്തിൻ്റെ ഗോൾഡ് സേവിങ് ഫണ്ടാണ്. അതും ഫണ്ട് ഓഫ് ഫണ്ട് തന്നെയാണ്. 1 വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് 40%-ന് മുകളിലാണ്. പിന്നെ എഡൽവൈസിൻ്റെ ഗ്രേറ്റർ ചൈന ഇക്വിറ്റി ഓഫ് ഷോർ ഫണ്ടാണ്. അത് ഓവർസീസ് ഫണ്ടാണ്, മറ്റ് രാജ്യങ്ങളിലുള്ള ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്. അതിൻ്റെ 1 വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് 40%-ന് മുകളിലാണ്. UTIയുടെ ഗോൾഡ് ETF ഫണ്ട് ഓഫ് ഫണ്ട് 40%-ന് മുകളിലാണ്. നിപ്പോൺ ഇന്ത്യയുടെ ഗോൾഡ് സേവിങ് ഫണ്ട് 40%-ന് മുകളിലാണ്. SBIയുടെ ഗോൾഡ് ഫണ്ട് 40%-ന് മുകളിലാണ്. ഇത് കോമൺ ആയിട്ട് നിങ്ങൾ കാണുന്ന ഒരു സാധനം എന്താണ്? ഗോൾഡാണ് അല്ലേ. ഗോൾഡ്, അതായത് നമ്മുടെ സ്വർണത്തിലുള്ള നിക്ഷേപം വളരെ അനിവാര്യമാണ് എന്ന് പറയാനുള്ള കാരണം ഇതാണ്. നമ്മുടെ പോർട്ട്ഫോളിയോയിൽ സ്വർണ്ണം ഉൾപ്പെടുത്തണം. ഇക്വിറ്റി മേടിക്കുന്നവർക്കും ഗോൾഡ് ബീസുകളുണ്ട്, അതായത് ETF-കളുണ്ട്. അത് മേടിച്ച് പ്ലെഡ്ജ് ചെയ്തിരിക്കണം. 40% റിട്ടേൺ ഒരു വർഷം തരിക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. എന്ന് വെച്ചാൽ അടുത്ത വർഷം ഗോൾഡിന് ഈ റിട്ടേൺ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. എന്ന് വെച്ച് ഇപ്പോൾ ഗോൾഡ് മേടിക്കേണ്ട എന്നല്ല. കാരണം നേരത്തെ മേടിച്ചിട്ടില്ലാത്തവർ ഇപ്പോഴെങ്കിലും ഗോൾഡ് മേടിക്കണം. ഇതൊക്കെ നമ്മൾ മേടിച്ചു കഴിഞ്ഞാലാണ് നമ്മുടെ പോർട്ട്ഫോളിയോ കാര്യങ്ങൾ ഡൈവേഴ്സിഫൈ ആവുള്ളൂ. അല്ല ചുമ്മാ കുറേ കമ്പനികൾ മേടിച്ചു, കുറേ കെമിക്കൽ കമ്പനി മേടിച്ചു, കുറേ ഫിനാൻഷ്യൽ കമ്പനി മേടിച്ചു, കുറേ ബാങ്കിങ് കമ്പനി മേടിച്ചു, അങ്ങനെ മാത്രമല്ല ഡൈവേഴ്സിഫൈ ആകുക. നമ്മുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ആണെങ്കിൽ ഗോൾഡ് വേണം, സിൽവർ വേണം, ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, ഇന്ത്യയിലും ചെയ്യണം. അപ്പോൾ ഈ ഗോൾഡിൻ്റെ റിട്ടേൺ കണ്ടല്ലോ, നല്ല റിട്ടേൺ ഉണ്ട്. പിന്നെ LICയുടെ അങ്ങനെ ഗോൾഡിൻ്റെ ഒട്ടുമിക്ക AMCകൾക്കും ഗോൾഡിൻ്റെ ഫണ്ടുകളുണ്ട്. ഗോൾഡിൻ്റെ ഏകദേശം ഒരേപോലെയുള്ള റിട്ടേൺ ആണ് നമ്മളിവിടെ കാണുന്നത്. സംവെയർ അറൗണ്ട് 40%, അതാണ് നമ്മളിവിടെ കാണുന്നത്. കൊട്ടയ്ക്കുണ്ട്, അതും 40 തന്നെ, 5 പൈസയുടെ വ്യത്യാസം. അങ്ങനെ DSPയുടെ ഉണ്ട്, ആക്സിസിൻ്റെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന ഈ ചെറിയ വ്യത്യാസം അടുത്ത ദിവസം നോക്കുമ്പോൾ അത് ചിലപ്പോൾ തിരിഞ്ഞ് കയറിപ്പോവും. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ പോയിൻ്റ് സംതിങ് വ്യത്യാസങ്ങൾ അടുത്ത ദിവസം നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഈ കുറഞ്ഞിരിക്കുന്നതായിരിക്കും ചിലപ്പോൾ മുകളിൽ വരിക, കൂടിയിരിക്കുന്നത് അങ്ങനെ വരും. വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ ടാറ്റയുടെ ഗോൾഡ് ഉണ്ട്, SBIയുടെ ഉണ്ട്, ആക്സിസിൻ്റെ ഉണ്ട്, കൊട്ടക്കിൻ്റെ ഉണ്ട്, DSP, മോട്ടിലാൽ ഓസ്വാൾ, അങ്ങനെ പോകുന്നു. ടാറ്റ ഈ ഗോൾഡിലൊക്കെ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയാവോ? എന്നാൽ അങ്ങനെ പറ്റും കേട്ടോ. ഞാൻ പേഴ്സണലി അത് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ഇൻവെസ്റ്റ് ചെയ്യുന്നു. 100 രൂപ വെച്ചിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. 100 രൂപ മുതൽ മുകളിലേക്ക് അങ്ങനെ പറ്റും. അത് അസറ്റ് പ്ലസിൽ വളരെ നന്നായിട്ട് അത് പറ്റും. അസറ്റ് പ്ലസിലാണ് അതിപ്പോൾ നടക്കുന്നത്. ഏഞ്ചൽ വണ്ണിൽ ആ ഫെസിലിറ്റി കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുവന്നത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല, ഉടനെ വരും. അതേപോലെ ഇപ്പോൾ മോട്ടിലാൽ ഓസ്വാൾ ഗോൾഡ് ആൻഡ് സിൽവർ ഫണ്ട്,
അതിപ്പോൾ ഒരു വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 38.72%. 2 വർഷത്തെ മോശമില്ല 28%-ന് മുകളിലുണ്ട്. 6 മാസത്തേത് 21%-ന് മുകളിലുണ്ട്. ഇത് ഗോൾഡും സിൽവറും കൂടിയുള്ള കമ്പൈനായിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ടാണ്. ഇതിൽ ഡെയിലി SIP പോസിബിൾ ആണ്. നിലവിൽ ഞാൻ ചെയ്യുന്നുണ്ട് ഇതിൽ ഡെയിലി SIP. ഇതും മറ്റൊരു ഗോൾഡിലും ആണ് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്ക് നമുക്ക് അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇപ്പോൾ ഗോൾഡിൻ്റെ വില കുറയുന്നുണ്ടെങ്കിൽ അതിലേക്ക് അഡീഷണലായിട്ട് 1000, 5000, 10000 എത്ര വേണമെങ്കിലും നമുക്ക് ഇടാനും പറ്റും. അപ്പോൾ അതൊരു നല്ലൊരു മെത്തേഡായിട്ട് തോന്നി. പിന്നെ ഇങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡ് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. പിന്നെ അതിൻ്റെ താഴെ ഒരു മ്യൂച്വൽ ഫണ്ടുണ്ട്, തായ്വാൻ്റെ ഇക്വിറ്റി ഫണ്ട്. ഇത് കിട്ടുമോയെന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കിയിട്ടുണ്ടാവും, പക്ഷേ എനിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ ഒന്നും കൂടെ ക്രോസ് ചെയ്യണം. ഞാൻ ഈ റീസെൻ്റ്ലി നോക്കിയിട്ടില്ല. നേരത്തെ നമ്മളിങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ നോക്കുന്നതാണ്. ഇത് അത്യാവശ്യം 6 മാസത്തെ തന്നെ 36%, ഒരു വർഷത്തെ 37%. അപ്പോൾ ലാസ്റ്റത്തെ 6 മാസമാണ് ഇത് ഉയർന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിന് മുമ്പത്തെ 6 മാസം വലിയ റിട്ടേണൊന്നും തന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. 2 വർഷത്തെ 35%, 3 വർഷത്തെ 28% ഇതിൻ്റെ റിട്ടേൺ വന്നേക്കുന്നത് ഈ തായ്വാൻ ഇക്വിറ്റി ഫണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണലി അവൈലബിൾ ആകുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഇത് അത്യാവശ്യം നല്ല റിട്ടേൺ അല്ലേ, മോശമില്ലാത്ത റിട്ടേണാണ് നമുക്ക് തന്നിരിക്കുന്നത്. ലഭിക്കാൻ സാധ്യത കുറവാണ്. എന്തായാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെയും നമ്മൾ ഗോൾഡും സിൽവറുമാണ് കാണുന്നത്. അത് ഒരുപാടുണ്ട് കേട്ടോ. UTID ഉണ്ട്, ടാറ്റയുടെ ഉണ്ട്, SBIയുടെ, ICICI പ്രുഡൻഷ്യൽ, അങ്ങനെ കൊട്ടയ്ക്ക്. അത് ഗോൾഡും സിൽവറും കൂടിയുള്ളത്. പിന്നെ സിൽവർ തന്നെയുള്ളത് ഇവിടെ നമുക്ക് കാണാം. ഗോൾഡിനെ കഴിഞ്ഞ് കുറച്ച് കുറവ് റിട്ടേൺ ആണ് സിൽവർ തന്നിരിക്കുന്നത്. ഒരു പക്ഷേ ചിലപ്പോൾ അടുത്ത വർഷം സിൽവർ ഗോൾഡിനെ കഴിഞ്ഞ് റിട്ടേൺ തരാനുള്ള ഒരു സാധ്യത തോന്നുന്നുണ്ട്. തോന്നലാണ് കേട്ടോ, അതിന് ഒരു സാധ്യത തോന്നുന്നുണ്ട്. ഗോൾഡിനെ കഴിഞ്ഞ് കുറച്ച് തന്നതുകൊണ്ട് അങ്ങനെ സിൽവറിൻ്റെ അങ്ങനെ പോവുകയാണ്. പിന്നെ ചൈന മാർക്കറ്റ് ഓൾറെഡി നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞതാണ്. ആക്സിസിൻ്റെ ഗ്രേറ്റർ ചൈന ഇക്വിറ്റി ഫണ്ടാണ്. അപ്പോൾ നിങ്ങളിത് നോക്കുക ഏത് ഫണ്ടാണ് കിട്ടുക. പിന്നെ ചൈനയിൽ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾക്ക് താല്പര്യം ഉണ്ടാവില്ല. നമ്മൾ അങ്ങനത്തെ സെൻറ്റിമെൻറ്റ്സ് വെച്ച് പുലർത്തുന്നവർക്ക് അത് പുലർത്താം, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഈ പറയുന്ന ഇതിൻ്റെയൊക്കെ 1 ഇയർ റിട്ടേൺ എന്ന് പറഞ്ഞാൽ 30% മുകളിൽ നമുക്കിവിടെ കാണാൻ പറ്റും. എഡൽവൈസിൻ്റെ US ടെക്നോളജി. അപ്പോൾ അമേരിക്കൻ മാർക്കറ്റ്, ഓഫ് കോഴ്സ് അമേരിക്കൻ മാർക്കറ്റ് ഈ താരിഫും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. നമ്മൾ ഇൻ്റർനാഷണലി ഇൻവെസ്റ്റഡ് ആയിരിക്കണം. പിന്നെ നാസ്ഡാക്ക് 100 ഫണ്ടുണ്ട്. ഓക്കെ, അതെല്ലാം അമേരിക്കൻ മാർക്കറ്റ് തന്നെയാണ്. പ്രുഡൻഷ്യൽ, നാസ്ഡാക്ക്, ICICI പ്രുഡൻഷ്യലിൻ്റെ. അപ്പോൾ നമ്മുടെ വെബിനാർ ICICI പ്രുഡൻഷ്യൽ AMC ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ലിങ്ക് വേണ്ടവർ ഒന്ന് വാട്സപ്പ് ലിങ്ക് എന്നും പറഞ്ഞിട്ട്, വെബിനാർ ലിങ്ക് എന്നും പറഞ്ഞിട്ട് വാട്സപ്പ് ചെയ്താൽ മതി. ഈ ശനിയാഴ്ച ഇന്ന് മാത്രം ചെയ്താൽ മതി. ഇന്ന് 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഞായറാഴ്ച ഒന്നും വീഡിയോ കാണുന്നവരെ ചെയ്യേണ്ട കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇതുപോലത്തെ വെബിനാർസ് ഞാൻ അറേഞ്ച് ചെയ്യാം. കാരണം നമുക്ക് അങ്ങനെയുള്ള AMC കമ്പനികളുമായിട്ടൊക്കെ പരിചയമുണ്ട്. അപ്പോൾ അവിടെ നല്ല പ്രഗത്ഭനായ മലയാളികളുണ്ട്. അപ്പോൾ അവർ ക്ലാസ് എടുക്കാൻ റെഡിയാണ്. കമ്പനിയായിട്ട് സംസാരിച്ചിട്ട് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ വേണമെങ്കിലൊന്ന് പറഞ്ഞാൽ മതി. നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്യാം. ഇതിപ്പോൾ ഏഞ്ചൽ വണ്ണും ICICI പ്രൊഡക്ഷനും കൂടെ ടൈപ്പ് ചെയ്തിട്ടാണ് ഈ ക്ലാസ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി താഴേക്ക് പോകണ്ടല്ലോ. ഓവറോൾ ഒരു വ്യൂ കിട്ടിയിട്ടില്ലേ? ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം നമ്മുടെ പോർട്ട്ഫോളിയോയിൽ സ്വർണ്ണം മസ്റ്റായിട്ടും ഉണ്ടാവണം. പിന്നെ സിൽവറും കൂടി ഉണ്ടാവണം. പിന്നെ ഇൻ്റർനാഷണൽ ഫണ്ടുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് ഇതെല്ലാം തപ്പി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഇൻ്റർനാഷണൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് ഞാൻ ഓൾറെഡി നമ്മുടെ ക്ലയൻസിന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചിലപ്പം ഈ പോപ്പുലറായിട്ടുള്ള പല ഫണ്ടുകളും ചിലപ്പോൾ കിട്ടി എന്ന് വരില്ല ഇൻ്റർനാഷണലി വരുമ്പോൾ. അതേപോലെ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന 4 ETFകളുടെ വീഡിയോ വളരെ വിശദമായിട്ട് നമ്മുടെ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ അതൊക്കെ പഠിച്ചിരിക്കുന്നത് ഭാവിയിലൊരു മുതൽക്കൂട്ടാണ്. ഇങ്ങനെ അറിവ് നമ്മുടെ അസറ്റ് വർദ്ധിപ്പിക്കണം. അപ്പോൾ യൂട്യൂബിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ട് അടുത്ത് തന്നെ ജോയിൻ ബട്ടണുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും അവിടെ അവൈലബിൾ ആണ്. ഇനി നമ്മൾ കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും യൂറോപ്പ്, എഡൽവൈസ് യൂറോപ്പ് ഡൈനാമിക് ഇക്വിറ്റി ഓഫ് ഷോർ ഫണ്ട് ഗ്രോത്ത്. അപ്പോൾ ഇത് കാണാൻ പറ്റും. 6 മാസം തന്നെ 18.48% റിട്ടേൺ ഉണ്ട്. 1 ഇയർ 23.90. 2 ഇയർ വരുമ്പോൾ ഇത് പെർ ഇയർ ആണ് കേട്ടോ, പെർ CAGR ആണ്. 2 ഇയർ 23, 3 ഇയർ 23. അത് ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കുവാണല്ലോ. ഓക്കെ, യൂറോപ്പാണ് പരിഗണിക്കുക. അത് കിട്ടുമോ ഇല്ലയോ നോക്കും, ഞാനിത് ചെക്ക് ചെയ്തിട്ടില്ല, ഒരുപാടുള്ളതുകൊണ്ട്. പിന്നെ USൻ്റെ DSPയുടെ US ഫ്ലെക്സിബിൾ ഇക്വിറ്റി ഫണ്ട്, അങ്ങനെ അതുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ കയറി ചെക്ക് ചെയ്തൊക്കെ നോക്കുക. നല്ലതാണെന്ന് തോന്നുന്നത് നമ്മൾ നമ്മുടെ ഏഞ്ചൽ വണ്ണിലോ അസറ്റ് പ്ലസിലോ ഒക്കെ അക്കൗണ്ട് എടുത്ത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലേ, അവർക്ക് അയച്ചു കൊടുക്കും. ഓരോ കാലാവസ്ഥയും കാര്യങ്ങളും നോക്കിയിട്ട് അനുയോജ്യമായ ഫണ്ടായിരിക്കും അയച്ചു കൊടുക്കുക. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാം. എന്തായാലും ഈ മാസത്തെ ഓൾറെഡി അയച്ചു കൊടുത്തു കഴിഞ്ഞു. ഈ മാസത്തെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത മാസം അടുത്ത മാസം ഉടനെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് അത് അയച്ചു കൊടുക്കുക. 1 ഫണ്ടോ 2 ഫണ്ടോ ആണ് മന്ത്ലി അങ്ങനെ അയച്ചു കൊടുക്കുക. നല്ലതാണെന്ന് തോന്നുന്നതും അവൈലബിലിറ്റി ഉള്ളതുമായിട്ടുള്ള ഫണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു ഒരുപാട് ഫണ്ട്സ് നല്ല രീതിയിൽ റിട്ടേൺ തന്നിട്ടുണ്ട്. ഈവൻ ഇന്ത്യൻ മാർക്കറ്റ് താഴേക്ക് പോയിട്ട് പോലും
ഇവിടെ നമ്മൾ ഇന്ത്യയിലെ ഇപ്പോൾ ഗോൾഡൊന്നും അല്ലാതെ വേറെ ഒരു ഫണ്ട്, ഒരു ലാർജ് പ്ലസ് മിഡ് ക്യാപ്പ് ഫണ്ട്, മൾട്ടി ക്യാപ്പ് ഫണ്ട്, സ്മോൾ ക്യാപ്പ് ഫണ്ട് ഒന്നും കാണുന്നില്ല. സ്മോൾ ക്യാപ്പ് ഫണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് ആളുകൾ സ്മോൾ ക്യാപ്പ് ഫണ്ടിലേക്ക് അട്രാക്റ്റായി. ഇപ്പം ഞാനൊരു പോർട്ട്ഫോളിയോ അവർക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ റിസ്ക് പ്രൊഫൈലൊക്കെ നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുമ്പം ഇതിൽ സ്മോൾ ക്യാപ്പ് ഇല്ലല്ലോ അങ്ങനെ ചോദിച്ച് പിണങ്ങിപ്പോയ കസ്റ്റമേഴ്സ് ഉണ്ട്. ഞാൻ അവരെ ആരാന്ന് ഓർക്കുന്നില്ല. നിങ്ങളെന്താ സ്മോൾ ക്യാപ്പ് തരാത്തത് എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ വർഷം പെർഫോം ചെയ്ത ആ ഫണ്ട് ഈ വർഷം പെർഫോം ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ പെർഫോം ചെയ്യുന്ന ഒരു സാധനം ഞാൻ കണ്ടിട്ടുമില്ല. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിൽ വളരെ കുറഞ്ഞ ആൾക്കാർക്ക് മാത്രമാണ് സ്മോൾ ക്യാപ്പ് ഉള്ളൂ. വലിയ ഒരു തുക ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഒരു സ്മോൾ ക്യാപ്പിൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ആവാം. അത് കൊടുക്കാത്തതിന് കാരണം സ്മോൾ ക്യാപ്പ് ഹൈ വാല്യുവേഷനിൽ നിൽക്കുകയാണ് സ്റ്റിൽ. അത്രയും വലിയ വാല്യുവേഷൻ നമുക്ക് അത്ര അങ്ങോട്ട് നീതീകരിക്കാവുന്നതല്ല. അതുകൊണ്ടാണ് കൊടുക്കാത്തത്. വേറെ കാരണങ്ങളൊന്നുമില്ല. എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഇഷ്ടംമാതിരി സ്മോൾ ക്യാപ്പ് ഫണ്ടുകളുണ്ട്. പുതിയതായിട്ട് നമ്മളങ്ങനെ എടുക്കുന്നില്ലെന്നുള്ളൂ. പിന്നെ കുറേ ക്യാഷ് ഉണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക്. അവർക്ക് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ സ്മോളോ മിഡോ ലാർജോ ഫ്ലെക്സിയോ വേറെ ഒരു സാധനങ്ങളും നമ്മളിവിടെ കാണുന്നില്ല. അതിനൊക്കെ റിട്ടേൺ അപ്പോൾ ഈ വർഷം കുറവായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് 10 വർഷത്തെയും 7 വർഷത്തെയും ഒക്കെ റിട്ടേൺസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫണ്ട് കാണുന്നുണ്ട്, മോട്ടിലാൽ ഓസ്വാളിൻ്റെ മൾട്ടി ക്യാപ്പ് ഫണ്ട്. ഇനി ഇങ്ങനെ വരും, നിപ്പോണിൻ്റെ മൾട്ടി ക്യാപ്പ് വരും, പിന്നെ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് വരും, പിന്നെ മിഡ് ക്യാപ്പ് വരും. അതൊക്കെ ഇങ്ങനെ താഴെ കണ്ടോ, ഒരുപാട് ഫണ്ട്സ് നമുക്കിവിടെ ബ്രസീലിലൊക്കെ ഉണ്ട്. ബ്രസീലിലൊക്കെ വളരെ ശോകമാണ്. ബ്രസീലിലൊക്കെ അവസ്ഥ കണ്ടില്ലേ, റിട്ടേൺ ഒക്കെ വളരെ ശോകമാണ്. അപ്പം എമർജിങ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ, ഇന്ത്യ ഒരു എമർജിങ് മാർക്കറ്റാണ്. പിന്നെ ഇപ്പോൾ ഇന്ത്യക്ക് കുറച്ച് കഷ്ടകാലമാണ്. നമുക്ക് നല്ലൊരു ജോലിസിനൊക്കെ കണ്ട് പ്രശ്നമൊക്കെ വെപ്പിച്ച് പരിഹാരക്രിയകളൊക്കെ ചെയ്ത് ഉഷാറാക്കി എടുക്കണം. ചെറിയൊരു ക്ഷീണമുണ്ട് ഇപ്പം, കാരണങ്ങളൊക്കെ അറിയാലോ. കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും, അത്രേ ഉള്ളൂ. ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ എമർജിങ് മാർക്കറ്റ് തന്നെയാണ്. കാരണം ഇപ്പോൾ കിട്ടാത്ത റിട്ടേൺ ആണ് ഇനി മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പം ഇപ്പോൾ കിട്ടുന്നത് കഴിഞ്ഞും നോർമലി എത്ര കിട്ടുമോ അതിനെ കഴിഞ്ഞ് കൂടുതൽ റിട്ടേൺ തരാനുള്ള പൊട്ടൻഷ്യലുള്ള മാർക്കറ്റാണ് ഇന്ത്യൻ മാർക്കറ്റ്. അത് പഴയ കാര്യങ്ങളൊക്കെ നോക്കി അറിയാം. അവിടെ നിന്നൊക്കെ കയറി വന്ന സ്പീഡും കാര്യങ്ങളും കണ്ടാൽ അറിയാം. അപ്പോൾ ക്ഷമ വേണം. ക്ഷമയില്ലാതെ വിറ്റ് പെറുക്കി പോകുന്നവർക്ക് ഓക്കെ അങ്ങനെ പോകാം. അവർ വിറ്റ് പെറുക്കാൻ വേണ്ടിയിട്ടാണ്, വിൽക്കണം എന്നാണ് ഞാൻ പറയുക. അവരെ കൊണ്ട് വിൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ന്യൂസും നെഗറ്റീവ് ന്യൂസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പം ക്ഷമയില്ലാത്തവർ വിറ്റ് പോയേ പറ്റൂ. അവർ വിറ്റ് പോയി കഴിഞ്ഞാലാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ എന്താണ് ഫാസ്റ്റായിട്ട് പോവുക. അത് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ചാർട്ടും കാര്യങ്ങളും എടുത്ത് നോക്കി കുറച്ച് അനലൈസും കുറച്ച് സ്റ്റഡിയും കാര്യങ്ങളും ചെയ്ത് ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. കഴിഞ്ഞ ദിവസം കണ്ട അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഈ കാര്യം വിശദമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. വെബിനാറിൻ്റെ കാര്യം മറക്കണ്ട. കാരണം നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, വ്യൂവേഴ്സിനും കൂടെയും വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ. അപ്പോൾ ആ വ്യൂവേഴ്സിനും കൂടെ വേണ്ടിയിട്ട് പ്രത്യേകം പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് എടുക്കുന്ന വെബിനാറാണ്. ഉറപ്പായിട്ടും കുറേ ആൾക്കാരുണ്ടാവും. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അത് ഛേദമില്ലാത്ത ഉപകാരമല്ലേ. എല്ലാവരും കാണട്ടെ, കണ്ട് പഠിക്കട്ടെ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തെടുക്കുന്ന ഒരു വെബിനാറാണ്. നമുക്ക് നോക്കാം, പ്രോഗ്രാം സക്സസ് ആണെങ്കിൽ മറ്റുള്ള സബ്ജക്റ്റിൽ കൂടി നമുക്ക് എടുക്കാം. എങ്ങനെ പോകുന്നുണ്ടോ നോക്കട്ടെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.